ഹായ് ആൾ NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 12 മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിനകത്തുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേരാണ് ട്രാൻസ്ലേഷൻ, ദാറ്റ് ഈസ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും NV ബയോളജി ക്ലാസ്സസിലേക്ക് വീണ്ടും സ്വാഗതം. ഹായ് ബാക്ക്. ഹായ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ആദ്യം പറയുന്നതിന് മുന്നേ എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കണം. എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി? സെൻട്രൽ എന്ന് പറഞ്ഞാൽ അറിയാം കേന്ദ്ര, ഡോഗ്മ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ തത്വം. മോളിക്കുലർ ബയോളജിയുടെ കേന്ദ്ര തത്വമാണ് വിവരിച്ചിട്ടുള്ളത്. DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. DNA നിന്ന് DNA മാറുന്ന പ്രോസസ്സിന്റെ പേര്, DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര് DNA റെപ്ലിക്കേഷൻ. അതിനുശേഷം DNA mRNA ഉണ്ടാകുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ mRNA ക്യാപ്പിങ്ങും ടെയിലിങ്ങും എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞതിന് ശേഷം സൈറ്റോപ്ലാസത്തിലേക്ക് പോകുന്നു. ഇത് ന്യൂക്ലിയസിന്റെ ചിത്രം വരച്ച ന്യൂക്ലിയസിന്റെ ഓട്ടനുള്ളിൽ കൂടെ സൈറ്റോപ്ലാസത്തിലേക്ക് പോകുന്നു. എന്തുണ്ടാക്കാൻ? പ്രോട്ടീൻ ഉണ്ടാക്കാൻ. ദാറ്റ് പ്രോസസ് mRNA പ്രോട്ടീൻ ആയിട്ട് കോഡ് ചെയ്യുന്ന mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രാൻസ്ലേഷൻ മനസ്സിലാക്കുന്നതിന് മുന്നേ ചെറിയ എക്സ്ട്രാ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം DNA ചിത്രമാണ് ഇത്. DNA ഒരു 3' ഉണ്ടായിരിക്കും, 5' ഉണ്ടായിരിക്കും, 5' ഉണ്ടായിരിക്കും, 3' ഉണ്ടായിരിക്കും. ഈ സ്ട്രാൻഡിനെ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡിനെ വിളിക്കുന്ന പേരാ എന്ത് സ്ട്രാൻഡ് എന്ന് പറയുന്നത്? കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനകത്തുള്ള ഒരു പീസ് ആണ് എന്തായിട്ട് മാറുന്നത്? RNA ആയിട്ട് മാറുന്നത്. ആ പീസിനെ വിളിക്കുന്ന പേരാണ് എന്ത് ജീൻ എന്ന് പറയുന്നത്? സ്ട്രക്ചർ ജീൻ എന്ന് പറയുന്നത്. സോ എന്തുണ്ടായി? ഈ DNA രണ്ട് സ്ട്രാൻഡിലെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലെ ഒരു കഷ്ണം എന്തായിട്ട് മാറി? mRNA ആയിട്ട് മാറി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇതിനുശേഷം ഈ mRNA ഇപ്പം പ്രോകാരിയോട്ടിലാണെങ്കിൽ നേരിട്ട് അത് പ്രോട്ടീൻ സിന്തസിസിലേക്ക് പോകും. പക്ഷെ യൂകാരിയോട്ടിലാണെങ്കിൽ സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം മാത്രമേ അത് എന്തിലേക്ക് പോകുള്ളൂ? ട്രാൻസ്ലേഷനിലേക്ക് പോകുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ mRNA കുറിച്ചാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ mRNA ഒന്ന് കുറച്ചൊന്ന് വലുതാക്കി വരയ്ക്കുക. ഈ mRNA കുറെ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും. AUG, CCC, UUU, പിന്നെ GGG, GAG, UAA, അങ്ങനെ ധാരാളം അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ന്യൂക്ലിയോടൈഡുകൾ എന്ന് വിളിക്കാം. ഈ mRNA ഈ മൂന്ന് അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? ട്രിപ്ലറ്റ് കോഡോൺ എന്ന് പറയുന്നത്. ട്രിപ്ലറ്റ് കോഡോൺ എന്ന് പറയുന്നത്. ലോകത്ത് ഏകദേശം 64 ട്രിപ്ലറ്റ് കോഡോൺ ഉണ്ട്. ഇതിനെ രണ്ടാക്കി ഭാഗിക്കാം. 61, 3. ഇതിൽ 61 അമിനാസിനെ കോഡ് ചെയ്യുന്നു. അവയെ വിളിക്കുന്ന പേരാണ് എന്ത് കോഡോൺ? സെൻസ് കോഡോൺ എന്ന് വിളിക്കും. ഓക്കെ, സെൻസ് കോഡോൺ. 3 കോഡോൺസ് അമിനാസിനെ കോഡ് ചെയ്യില്ല. അവന്മാരെ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പ് കോഡോൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺ എന്നെങ്കിലും വിളിക്കാം, ടെർമിനേഷൻ കോഡോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നോൺസെൻസ് കോഡോൺ എന്ന് വിളിക്കാം. അപ്പൊ 3 പേരിലാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാ സാറ 3 അക്ഷരം? 3 ട്രിപ്ലറ്റ് കോഡോൺ. UAA, UGA, UAG. ഇവന്മാർ അമിനാസിനെ കോഡ് ചെയ്യില്ല. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ പോലും ഈ കാര്യം ഏകദേശം ഒരു ബേസിക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ലേഷൻ മനസ്സിലാവുള്ളൂ. ഒന്നുകൂടി പറയാം, സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജിയിൽ നമ്മൾ പഠിച്ചു DNA നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേരാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഉണ്ടായ DNA എന്തായിട്ട് മാറും? ആ രണ്ട് DNA ഡബിൾ സ്റ്റാൻഡ് ആണെങ്കിൽ ഈ DNA രണ്ട് സ്റ്റാൻഡിലെ ഈ സ്റ്റാൻഡിന്റെ പേരാണ് 3' 5' പോളായിട്ടുള്ള സ്റ്റാൻഡിന്റെ പേരാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. മലയാളത്തിൽ അച്ച് എന്നൊക്കെ വിളിക്കാം. ആ സ്റ്റാൻഡിന് ഒരു കഷ്ണം മാത്രമാണ് RNA ആയിട്ട് മാറുക. അപ്പൊ രണ്ട് സ്റ്റാൻഡ് RNA മാറില്ല. DNA രണ്ട് സ്റ്റാൻഡിലെ ഒരു കഷ്ണം മാത്രമായിട്ട് RNA ആയിട്ട് മാറും. ആ കഷ്ണത്തെ വിളിക്കുന്ന പേര് സ്ട്രക്ചർ ജീൻ. അങ്ങനെ ആ സ്ട്രക്ചർ ജീൻ എന്തുണ്ടായി? mRNA ഉണ്ടായി. mRNA ഫുൾ ഫോം ആണ് മെസ്സഞ്ചർ RNA, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ എ മെസ്സേജ് ഫോർ എൻഡോസിന്തസിസ്. പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഒരു മെസ്സേജ് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ മെസ്സേജ് ഏതെന്നുണ്ടായതാ? DNA രണ്ട് സ്റ്റാൻഡായ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനകത്തുള്ള ടെംപ്ലേറ്റ് സ്റ്റാൻഡിനകത്തുള്ള സ്ട്രക്ചർ ജീനകത്തു നിന്നുണ്ടായ മെസ്സേജാ. അപ്പൊ രണ്ട് സ്റ്റാൻഡിലെ ഒരു സ്റ്റാൻഡായ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനകത്തുള്ള സ്ട്രക്ചർ ജീൻ എന്തുണ്ടായി മാറി? mRNA. ആ mRNA കുറെ അക്ഷരങ്ങളുണ്ട്.
എ യു 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 എ എ ജി ജി അങ്ങനെ ധാരാളം അക്ഷരങ്ങളുണ്ട്. ഇതിലെ മൂന്ന് അക്ഷരങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത് കോഡോൺ? ട്രിപ്ലർ കോഡോൺ. ലോകത്ത് ഏകദേശം 64 ട്രിപ്ലർ കോഡോൺ ഉണ്ട്. 64 ട്രിപ്ലർ കോഡൺ. ഈ 64 ട്രിപ്ലർ കോഡൺ നമുക്ക് രണ്ടാക്കി ഭാഗിക്കാം. 61 3. ഇതിൽ 61 അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ട്രിപ്ലർ കോഡൺ വിളിക്കുന്ന പേരാണ് സെൻസ് കോഡോൺ എന്ന് പറയും. പക്ഷെ 3 അമിനോ ആസിഡിനെ കോഡ് ചെയ്യില്ല. അവയെ വിളിക്കുന്ന പേര് സ്റ്റോപ്പ് കോഡോൺ അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺ, വേറെ പേര് നോൺ സെൻസ് കോഡോൺ. അത് ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷ ചോദിക്കും. UAA, UGA, UAG അവന്മാർ അമിനോ ആസിഡ് കോഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക. ട്രാൻസ്ലേഷൻ. ഓക്കെ, അടുത്തത് ട്രാൻസ്ലേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നത് tRNA കുറിച്ചാണ്. tRNAയുടെ വേറെ പേരാണ് ട്രാൻസ്ഫർ RNA എന്ന് പറയും, വേറെ പേരാണ് സോലിബിൾ RNA എന്ന് പറയും, വേറെ പേരാണ് അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയും. ഇങ്ങനെ ഒരു tRNA ട്രാൻസ്ലേഷനിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള പ്രപ്പോസ് ചെയ്തത് ജനറ്റിക് കോഡൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞിരുന്നു. സോ tRNAയുടെ വേറെ പേരാണ് ട്രാൻസ്ഫർ RNA, വേറെ പേര് സോലിബിൾ RNA, വേറെ പേര് അഡാപ്റ്റർ മോളിക്യൂൾ. അതിന്റെ സെക്കൻഡറി സ്ട്രക്ചർ ക്ലോവർ ലീഫ് പോലെയാണ്. അതിന്റെ സെക്കൻഡറി സ്ട്രക്ചർ 3D സ്ട്രക്ചർ ഇൻവേർട്ടഡ് അല്ല, ഇംഗ്ലീഷ് ലെറ്റർ എല്ല് തലകുത്തനെ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതായിരിക്കും ഏകദേശം അതിന്റെ സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചർ ക്ലോവർ ലീഫ്, 3D സ്ട്രക്ചർ ഇൻവേർട്ടഡ് അല്ല. ഓക്കെ, ഇതാണ് tRNAയുടെ ഏകദേശ ചിത്രം. ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയാണ്, എന്തു മനസ്സിലാക്കാൻ വേണ്ടി? ട്രാൻസ്ലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇതാണ് tRNAയുടെ ഏകദേശ സ്ട്രക്ചർ. tRNAക്ക് 2 ഭാഗങ്ങളാണ് ഉണ്ടാവുക, പ്രധാനമായും 2 ഭാഗങ്ങൾ. കുറെ ഭാഗങ്ങളുണ്ട്, നമ്മൾ പ്രധാനമായും നമ്മൾ ട്രാൻസ്ലേഷന് വേണ്ടി 2 ഭാഗങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഭാഗത്തെ വിളിക്കുന്ന പേര് tRNA എന്ന് പറഞ്ഞാൽ സർ RNA അല്ലേ എന്ന് ചോദിക്കും. അതെ, tRNA ഒരു RNA ആണ്. അപ്പൊ അത് സിംഗിൾ സ്ട്രാൻഡ് അല്ലേ? അതെ, ഇത് സിംഗിൾ സ്ട്രാൻഡ് ആണ്, പക്ഷെ പല സൈഡിൽ ലൂപ്പുകൾ ഫോം ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ tRNAക്ക് 2 ഭാഗം. ഈ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആന്റി കോഡോൺ ലൂപ്പ് എന്ന് വിളിക്കും. ആന്റി കോഡോൺ ലൂപ്പ് എന്ന് വിളിക്കും. ഈ ആന്റി കോഡോൺ ലൂപ്പിനകത്ത് ഒരു 3 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. ഉദാഹരണമായി പറയാം UAC എന്ന് പറയാം. ഇത് ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ് എന്ന് പറയും. അപ്പൊ അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. അപ്പൊ ഒരു tRNAക്ക് 2 പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടാവും. ഈ ലൂപ്പിനെ വിളിക്കുന്ന പേര് ആന്റി കോഡോൺ ലൂപ്പ് എന്ന് പറയുന്നു. ആന്റി കോഡോൺ ലൂപ്പിനകത്ത് ഒരു 3 അക്ഷരം ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് ആന്റി കോഡോൺ എന്ന് വിളിക്കും. ഈ 3 അക്ഷരത്തെ വിളിക്കുന്ന പേരാണ് ആന്റി കോഡോൺ എന്ന് വിളിക്കും. ഈ tRNAയുടെ മറ്റേ അറ്റത്ത് വിളിക്കുന്നവരെ അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. അപ്പൊ സ്വാഭാവികം എന്തിനായി tRNAയെ കുറിച്ച് പറയുന്നത്? tRNAയുടെ പ്രത്യേകത ലോറിയാണെന്ന് സങ്കല്പിക്കുക. ഒരു സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറി. ഏത് സാധനം? അമിനോ ആസിഡ്. നേരത്തെ പറഞ്ഞു ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായിട്ട് mRNA ഉണ്ടാകുന്നത് പറഞ്ഞു അല്ലെ. mRNA വലിയൊരു mRNA ഉണ്ട്. ആ mRNAത്ത് കുറെ അക്ഷരങ്ങൾ ഉണ്ടാവും. AUGCCC അങ്ങനെ അക്ഷരങ്ങൾ പഠിച്ചു. ആ 3 അക്ഷരങ്ങളെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ട്രിപ്ലർ കോഡാണ്. ആ ട്രിപ്ലർ കോഡോന്റെ അടുത്തേക്ക് അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന ലോറിയെ വിളിക്കുന്ന പേരാണ് tRNA. സോ mRNAയുടെ അടുത്തേക്ക് അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നു ആരും? tRNA. അതുകൊണ്ട് tRNA വിളിക്കുന്ന പേരാണ് tRNA. ഫുൾ ഫോം എന്താ? ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ tRNAയുടെ മറ്റൊരു പേരാണ് ട്രാൻസ്ഫർ RNA, വേറെ പേര് സോലിബിൾ RNA, വേറെ പേര് അഡാപ്റ്റർ മോളിക്യൂൾ. സെക്കൻഡറി സ്ട്രക്ചർ ക്ലോവർ ലീഫ് ആണ്, 3D സ്ട്രക്ചർ ഇൻവേർട്ടഡ് ആണ്. ഒരു tRNAക്ക് 2 കൈകൾ ഉണ്ടാവും. ഒരു അറ്റം കൊണ്ട് ഒരു അറ്റത്തെ ലൂപ്പാണ്. ആ ലൂപ്പിനെ വിളിക്കുന്ന പേര് ആന്റി കോഡോൺ ലൂപ്പ്. അതിനകത്തുള്ള 3 അക്ഷരമാണ് ആന്റി കോഡോൺ. ആ 3 ആന്റി കോഡോൺ ഉപയോഗിച്ചുകൊണ്ടാണ് mRNA വായിക്കുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. മറ്റേ അറ്റത്ത് വിളിക്കുന്ന പേര് എന്ത് സൈറ്റ്? അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, ഈ ചിത്രത്തെ ഞാൻ മറ്റൊരു രൂപത്തിൽ വരയ്ക്കണം മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ചിത്രമാണല്ലോ. അപ്പൊ ഈ ചിത്രത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ ലോറിയുടെ പേരെന്താണ്? tRNA. ഈ tRNA ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഈ 3 അക്ഷരങ്ങൾ ഇതിനെ വിളിക്കുന്നവരെ ആന്റി കോഡോൺ. അതിനകത്ത് 3 അക്ഷരം UACO. ഈ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. ഈ UAC എന്ന് പറയുന്ന tRNAയുടെ ബാക്കിൽ ഒരു അമിനോ ആസിഡ് ഉണ്ടായിരിക്കും. സോ ഇതാണ് അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. ഇതാണ് എന്ത്? tRNAയുടെ ആന്റി കോഡോൺ എന്ന് പറയുന്നത്. അപ്പൊ tRNA ശരിക്കും നേരെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത് നേരെ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവില്ല. UAC. ഇവിടെ എന്തായിരിക്കും? അമിനോ ആസിഡ് ഉണ്ടായിരിക്കും. സോ ഒരു tRNAക്ക് 2 ഭാഗം ഉണ്ടാവും. ഒരു ഭാഗത്തെ ആന്റി കോഡോൺ ലൂപ്പ്, അതിന് മുകളിൽ 3 നൈട്രജൻ ബേസ് ഉണ്ട്. അവനെ വിളിക്കുന്ന പേര് ആന്റി കോഡോൺ എന്ന് പറയുന്നത്. മറ്റേ അറ്റത്ത് വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, ഈ tRNAയുടെ കുറച്ച് കാര്യം കൂടി എക്സ്ട്രാ കാര്യം പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈബോസോം ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം ട്രാൻസ്ലേഷനിലേക്ക് കടക്കാം.
ഞാനിപ്പോ ഇതൊരു mRNA ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ലേഷൻ മനസ്സിലാണെങ്കിൽ ഇത്രയും കാര്യം മനസ്സിലാവണം, അതാണ് കുഴപ്പം. അപ്പൊ ഇതാണ് mRNA ഫുൾ ഫോം എന്താ? മെസ്സഞ്ചർ RNA. ആ mRNA എവിടെ നിന്നുണ്ടായ? DNA ടെംപ്ലേറ്റ് സ്ട്രാൻഡിനകത്തുള്ള സ്ട്രക്ചർ ചെയ്യുന്നുണ്ടായതാണ് mRNA എന്ന് പറയുന്നത്. ആ mRNA ഈ മൂന്നക്ഷരങ്ങൾ വിളിക്കുന്ന പേരെന്താ? ഈ മൂന്നക്ഷരങ്ങളെ വിളിക്കുന്ന പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രിപ്ലറ്റ് കോഡോൺ എന്ന് പറഞ്ഞു. ലോകത്ത് എത്ര ട്രിപ്ലറ്റ് കോഡോൺ എന്ന് പഠിച്ചു? 64. അതിൽ 61 മാത്രമേ അമിനാസിന് കോഡിയുള്ളൂ, 3 കോഡിയില്ല. ഏതൊക്കെയാ 3? UAA, UGA, UAG എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ഈ mRNA ഉണ്ടായി. ഈ mRNA ഇവിടെ എത്തി. ഇതിപ്പോ സൈറ്റോപ്ലാസം, ഇത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക, ഇത് ന്യൂക്ലിയസ്, ഇത് സൈറ്റ്. ഇതൊക്കെ വായിക്കുന്നുണ്ട്, പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇത് ന്യൂക്ലിയസ്. അങ്ങനെ ന്യൂക്ലിയസിനകത്ത് നിന്ന് നമ്മുടെ mRNA സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തി. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഇതിൽ ആദ്യത്തെ അക്ഷരം AUG കോഡ് ചെയ്യുന്ന അമിനാസിന്റെ പേരാണ് മെഥിയോണൈൻ എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം ഒരു ട്രിപ്ലറ്റ് കോഡോണുകളുള്ള മൊത്തം ഒരു ബോർഡ് കാണാം. ഇവനെ വിളിക്കുന്ന പേരെ ചെക്കർ ബോർഡ് എന്ന് പറയുന്നത്. ഇല്ലേ, ഇതിനകത്ത് AUG എന്തിനെ കോഡ് ചെയ്യുന്നത്, UUU എന്തിനെ കോഡ് ചെയ്യുന്നത്, എല്ലാം വ്യക്തമായിട്ട് ഈ ബോക്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, AUG കോഡ് ഫോർ മെഥിയോണൈൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ AUG കോഡ് ചെയ്യുന്ന മെഥിയോണൈനെ ഇങ്ങോട്ട് എത്തിക്കുന്ന വാഹനങ്ങളാണ് ആരെന്ന് പറയുന്നത്? tRNA. അപ്പൊ ഇതിൽ കുറെ tRNA ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഏത് tRNA പോകും. എപ്പോഴും ആയിരിക്കുക AUGയുടെ സുഹൃത്ത് ഇതിൽ ആരായിരിക്കും? എയുടെ സുഹൃത്ത് UAC. അപ്പൊ ഈ UAC ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആ UACയുടെ ബാക്കിൽ ആരുണ്ടായിരിക്കും? മെഥിയോണൈൻ ഉണ്ടായിരിക്കും. അപ്പൊ മെഥിയോണൈനെ കൊണ്ടുവരുന്ന tRNAയുടെ ആന്റികോഡോൺ ഏതാണ്? UAC ആയിരിക്കും. അപ്പൊ ഇവൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കയറി അറ്റാച്ച് ചെയ്യും. നമുക്കൊന്ന് വരച്ചു നോക്കാം. ജസ്റ്റ് UAC. അപ്പൊ ഇവന്റെ ബാക്കിൽ ആരായിരിക്കും ഉണ്ടാവുക? മെഥിയോണൈൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലാതെ AUG കോഡ് ഫോർ മെഥിയോണൈൻ, AUG മെഥിയോണൈനെ കോഡ് ചെയ്യുന്നത്, ആ മെഥിയോണൈനെ അങ്ങോട്ട് എത്തിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? UAC എന്ന് പറയുന്ന tRNA എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത് നോക്കൂ, UUUന്റെ സുഹൃത്തുക്കൾ ഏതാ? AAA. അപ്പൊ UUU കോഡ് ഫോർ എന്താ? ഫിനൈൽ അലനിൻ. UUU കോഡ് ഫോർ ഫിനൈൽ അലനിൻ ആണ്. ആ ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനാസിനെ കൊണ്ടുവരുന്ന tRNAയുടെ ആന്റികോഡോൺ ഏതാണ്? AA. അപ്പൊ AAയുടെ ബാക്കിൽ ആരായിരിക്കും ഉണ്ടാവുക? ഫിനൈൽ അലനിൻ. അപ്പൊ ഇവന്മാർ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് എവിടെ പോയി അറ്റാച്ചതാ? AAA. ഇവന്റെ ബാക്കിൽ ആരായിരിക്കും ഉണ്ടാവുക? ഫിനൈൽ അലനിൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ AAന്റെ കോഡ് ഫോർ ലൈസിൻ. AA കോഡ് ഫോർ, ആ ചെക്കർ ബോർഡ് പഠിച്ചേ പറ്റും. ഇവിടെ കാണാം ചെക്കർ ബോർഡ്, ഒരു 5-6 പഠിക്കുക. അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. AA കോഡ് ഫോർ ലൈസിൻ. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് ലൈസിൻ ആണ്. ആ AUG കോഡ് ഫോർ മെഥിയോണൈൻ ആണ്. ആ മെഥിയോണൈനെ കൊണ്ടുവരുന്ന tRNA ആണ് എന്ത്? UAC. UUU കോഡ് ഫോർ ഫിനൈൽ അലനിൻ ആണ്. ആ ഫിനൈൽ അലനിനെ കൊണ്ടുവരുന്ന tRNAയുടെ ആന്റികോഡോൺ ആണ് AAA. ഓക്കെ, അടുത്ത AA കോഡ് ഫോർ ലൈസിൻ ആണ്. A കോഡ് ഫോർ ലൈസിൻ, ചെക്കർ ബോർഡ് ഉണ്ട്. അപ്പൊ A കോഡ് ഫോർ ലൈസിൻ, ആ ലൈസിനെ കൊണ്ടുവരുന്നത് ആരായിരിക്കും? UUU ആയിരിക്കും. അപ്പൊ അവന്റെ ബാക്കിൽ ആരായിരിക്കും? A കോഡ് ഫോർ ചെയ്യുന്ന അമിനോസിൻ ഏതാ? അപ്പൊ ഇവൻ ഇവിടെ കയറട്ടെ UUU. അപ്പൊ അവന്റെ ബാക്കിൽ ആരായിരിക്കും? ലൈസിൻ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കും. ഇവിടെ നോക്കൂ, UAG. ഞാൻ പറഞ്ഞു 64 ട്രിപ്ലറ്റ് കോഡോൺ. 64 ട്രിപ്ലറ്റ് കോഡോൺ നമുക്ക് രണ്ടാക്കി ഭാഗിക്കാം. 61 61 അമിനാസിനെ കൂടി ചെയ്യും. അവനെ വിളിക്കുന്ന പേര് സെൻസ് കോഡോൺ. 3 അമിനാസിനെ കൂടിയിൽ അവനെ വിളിക്കുന്ന പേര് നോൺ സെൻസ്. ഏതൊക്കെ? UAA, UGA, UAG. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ UAG. ഇവൻ അമിനാസിന് കോഡിയില്ല. സോ there is no such tRNA. There is no tRNA for stop codon എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക. സ്റ്റോപ്പ് കോഡോൺ എന്തില്ല? tRNA ഇല്ല. പക്ഷെ എല്ലാവരും കൺഫ്യൂഷൻ വെക്കുന്ന ഒരു കാര്യം, എല്ലാവർക്കും കൺഫ്യൂഷൻ വന്ന സാധനമാണ് UAA എന്ന് പറയുന്ന ഒരു tRNA ഉണ്ടോ? ഉണ്ട്. UAA എന്ന് പറഞ്ഞ tRNA ഉണ്ട്. കാരണം ഈ UAA എങ്ങോട്ടാ പോകുന്നത്? AUU എന്ന് പറയുന്ന എന്ന് പറയുന്നതിന്റെ അടുത്തേക്കാ പോകുന്നത്. ആര്? UAA എന്ന് പറയുന്നത്. സോ UAA എന്ന് പറയുന്ന tRNA ഉണ്ട്, UGA എന്ന് പറയുന്ന tRNA ഉണ്ട്, UAG എന്ന് പറഞ്ഞ tRNA ഉണ്ട്. പക്ഷേ സ്റ്റോപ്പ് കോഡോണുകളായ UAA, UGA, UAG ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ എന്തില്ല? tRNA ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി പഠിക്കാം, tRNA എപ്പോഴും സ്പെസിഫിക് ആണ്. അതായത് UACയുടെ ബാക്കിൽ മെഥിയോണൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, AAയുടെ ബാക്കിൽ ഫിനൈലാലനിൻ മാത്രമേ ഉണ്ടാവുള്ളൂ, UUയുടെ ബാക്കിൽ ലൈസിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട് UAGന്റെ അടുത്തേക്ക് ഒരു വണ്ടിയും വരാത്ത, ഒരു ലോറിയും വരാത്ത? കാരണം ഇറ്റ് ഈസ് എ സ്റ്റോപ്പ് കോഡോൺ. അത് അമിനാസിനെ കോഡ് ചെയ്യില്ല. there is no tRNA for stop codon. ഇനി ട്രാൻസ്ലേഷൻ മനസ്സിലാക്കണമെങ്കിൽ അടുത്ത നമുക്ക് ക്ലിയർ ആവുന്ന സാധനമാണ് റൈബോസോം എന്ന് പറയുന്ന സാധനം. നമുക്കറിയാം റൈബോസോം ഈസ് എ സെൽ ഓർഗനൽ. എന്തിനു വേണ്ടി?
ഓക്കെ, നമുക്കറിയാം റൈബോസോം ഈസ് എ സെല്ലുലാർ ഫാക്ടറി ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീന് സഹായിക്കുന്ന ഒരു സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്നത് റൈബോസോം. നമുക്കറിയുന്ന കാര്യമാണ്, റൈബോസോം ഒരു സെൽ ഓർഗനലാണ്, പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഒരു റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് സ്ട്രക്ചറൽ ആർഎൻഎ 80 ഡിഫറെന്റ് പ്രോട്ടീൻ. അപ്പൊ സ്ട്രക്ചറൽ ആർഎൻഎയും 80 വ്യത്യസ്ത പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ റൈബോസോം ഉണ്ടാക്കിയുള്ള കാര്യം മനസ്സിലാക്കുക. റൈബോസോം ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് എന്താണ്? ട്രാൻസ്ലേഷൻ എന്നാണ് ടോപ്പിക്കിന്റെ പേര്. അറിയുന്ന കാര്യമാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീൻ ഉണ്ടാവുക. പ്രോട്ടീൻ ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? അമിനാസിഡ്. അമിനാസിഡുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏതാ? പെപ്റ്റൈഡ് ബോണ്ട്. സോ ദ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട് ഈസ് എനർജറ്റിക്കലി എക്സ്പെൻസീവ് പ്രോസസ്. സോ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ ഒരു എൻസൈം ആയിട്ട്, ഒരു കാറ്റലിസ്റ്റ് ആയിട്ടും ആര് സഹായിക്കുന്നുണ്ട്? റൈബോസോംസ് ആയിട്ട്. സോ ഇറ്റ് ഈസ് എ സെല്ലുലാർ ഫാക്ടറി ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സെൽ ഓർഗനിലാണ് റൈബോസോം. ഒരു റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചറൽ ആർഎൻഎ 80 ഡിഫറെന്റ് വ്യത്യസ്ത പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. റൈബോസോം ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ ആര് സഹായിക്കുന്നു? റൈബോസോം സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ കൊടുത്തത് ബാക്ടീരിയ ആണ്. 23S rRNA 23S rRNA in bacteria. ബാക്ടീരിയയിൽ 23S rRNA ഒരു എൻസൈമായി ആക്ട് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടി? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. ഏത് എൻസൈമിന്റെ പേര്? റൈബോസൈം എന്ന് പറയുന്നത്. ഈ എൻസൈമിനെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സോ ബാക്ടീരിയയില് 23S rRNA ഒരു എൻസൈമായി ആക്ട് ചെയ്യുന്നു. എൻസൈമിന്റെ പേര് എന്താ? റൈബോസൈം. എന്തുണ്ടാക്കാൻ വേണ്ടി? പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ റൈബോസോമിന് രണ്ട് ഭാഗമുണ്ട്, സ്മാൾ സബ് യൂണിറ്റും ലാർജ് സബ്. അപ്പൊ പ്രോട്ടീൻ ഉണ്ടാകുന്ന സമയത്ത് ഇവന്മാർ ജോയിൻ ചെയ്യും. അപ്പോൾ റൈബോസോമിന് രണ്ട് ഭാഗമുണ്ട്, സ്മാൾ സബ് യൂണിറ്റ്, ലാർജ് സബ്. ചിത്രത്തിൽ കാണാം സ്മാൾ സബ് യൂണിറ്റും ലാർജ് സബ്. ഈ ലാർജ് സബ് യൂണിറ്റിന് രണ്ട് ഭാഗമുണ്ട്, പി സൈറ്റ്, എ സൈറ്റ്. പെപ്റ്റിഡൈൽ സൈറ്റ്, അമിനോ അസൈൽ സൈറ്റ് എന്ന് പറയുന്ന രണ്ട് ഭാഗം. സോ രണ്ട് ഭാഗമുണ്ട്, പി സൈറ്റ്, എ സൈറ്റ്. അപ്പം ഒന്നുകൂടി പറയാം, റൈബോസോം ഈസ് എ സെല്ലുലാർ ഫാക്ടറി ഫോർ പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോമിന് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രക്ചറൽ ആർഎൻഎയും 80 ഡിഫറെന്റ് പ്രോട്ടീൻ കൊണ്ടാണ്. Ribosome is essential for the protein formation because it provides an enzyme for end formation, peptide formation. Sorry, peptide bond formation. In active state, ribosome രണ്ട് ഭാഗം small subunit, large subunit join ചെയ്യുക translation സമയത്ത് large subunit രണ്ട് ഭാഗമുണ്ട്, P site, A site. എന്താണ് P site, A site? അപ്പോൾ ട്രാൻസ്ലേഷനെ കുറിച്ചാണ്. എന്താണ് ട്രാൻസ്ലേഷൻ എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വെച്ച് ട്രാൻസ്ക്രിപ്ഷൻ, ഇതൊരു സെല്ലാന്ന് വിചാരിക്കുക, സെല്ലിന് ഇത് ന്യൂക്ലിയസ് ആണ് വിചാരിക്കുക. ന്യൂക്ലിയസിനകത്ത് ട്രാൻസ്ക്രിപ്ഷന് വിധേയമായ mRNA ഇതാ പുറത്തേക്ക് വരികയാണ്. mRNA പുറത്തേക്ക് വന്നിരിക്കുന്നു. mRNA കുറെ ന്യൂക്ലിയർ ഉണ്ട്, AUG, GGG, GAG, CCC, UAG. ഈ മൂന്ന് ഇതെന്താ സാധനം? എന്താണ് mRNA? നമുക്കറിയാം mRNA-നകത്തുള്ള ഈ മൂന്ന് അക്ഷരങ്ങളുടെ പേരെന്താണ്? നമ്മൾ പഠിച്ചിട്ട് ഈ മൂന്ന് അക്ഷരങ്ങളുടെ പേരെന്താണ്? ട്രിപ്ലറ്റ് കോഡോണുകൾ എന്ന് പറയുന്നത് അല്ലെ. ഈ ട്രിപ്ലറ്റ് കോഡോൺ വായിക്കുന്നത് ആരാണ്? tRNA. അപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായി mRNA ഉണ്ടായി. ഈ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് വന്നു. എന്തുണ്ടാക്കാൻ? പ്രോട്ടീൻ ഉണ്ടാക്കാൻ. അപ്പൊ mRNA-യിൽ നിന്നും അമിനാസിഡുകൾ കൂടി ചേർന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ട്രാൻസ്ലേഷൻ. അപ്പൊ mRNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലേഷൻ. പ്രോട്ടീൻ ഉണ്ടാക്കി ധാരാളം എന്ത് ചേർന്നിട്ടാണ്? അമിനാസിഡ് ചേർന്നിട്ടാണ്. ഈ അമിനാസിഡ് കണക്ട് ചെയ്യാൻ എന്ത് വേണം? പെപ്റ്റൈഡ് ബോണ്ട് വേണം. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ഈസ് എനർജറ്റിക്കലി എക്സ്പെൻസീവ്. നല്ല എനർജി വേണം. അപ്പൊ ഇതാണ് സെല്ല് എന്ന് പറഞ്ഞു, ഇത് ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിനകത്ത് ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായി mRNA ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് വന്നു ട്രാൻസ്ലേഷന് വേണ്ടി. അപ്പൊ ഇതാ ഇവിടെ ധാരാളം അമിനാസിഡുകൾ കിടക്കുകയാണ്. പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ എന്ത് വേണമെന്ന് ആലോചിക്കുക, എനർജി വേണം എന്നുള്ളത് ആലോചിക്കുക. ധാരാളം അമിനാസിഡുകൾ ഇവിടെ ഉണ്ട്, ധാരാളം അമിനാസിഡ്. ആദ്യത്തെ സ്റ്റെപ്പ് ATP വന്നിട്ട് നമുക്കറിയാം എനർജി കറൻസി ഓഫ് എ സെൽ എന്ന് പറയുന്നത് ആരാണ്? ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് എനർജി കറൻസി ഓഫ് എ സെൽ. ഇവൻ എന്ത് ചെയ്തു? ഈ അമിനാസിഡുകളെല്ലാം ആക്ടിവേറ്റ് ചെയ്തു. ആക്ടിവേറ്റ് ചെയ്തു. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത അമിനാസിഡുകളെ വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റഡ് അമിനാസിഡ്. സോ ദേ ഹാവ് എൻ എനർജി. എന്തുണ്ടാക്കാൻ? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ അമിനാസിഡിനെ ആക്ടിവേറ്റ് ചെയ്തു ആര്? ATP. ഇങ്ങനത്തെ അമിനാസിഡിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റഡ് അമിനാസിഡ്. ഇങ്ങനെ ഉണ്ടായ ആക്ടിവേറ്റഡ് അമിനാസിഡ് ഓരോ അമിനാസിഡും അതിന്റെ tRNA ബാക്കിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഈ പരിപാടിയുടെ പേരാണ് ചാർജിങ് ഓഫ് tRNA. ചാർജിങ് ഓഫ് tRNA എന്ന് പറയും. വേറെ പേരാണ് അമിനോ അസൈലേഷൻ ഓഫ് tRNA. അമിനോ
അസൈലേഷൻ ഓഫ് tRNA എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ട്രാൻസ്ലേഷന്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞു ട്രാൻസ്ലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എന്ത് പ്രോട്ടീൻ ആണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോട്ടീനെ ധാരാളം അമിനാസിഡ് വേണം. ഈ അമിനാസിഡുകളെ കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഈ പെപ്റ്റൈഡ് ബോണ്ട് ആകാൻ എന്ത് വേണം? എനർജി വേണം. അപ്പൊ ട്രാൻസ്ക്രിപ്ഷന് ശേഷം നമ്മുടെ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് വന്നു. ഉടനെ തന്നെ നമ്മുടെ സൈറ്റോപ്ലാസത്തിനകത്തുള്ള ATP അമിനാസിഡുകളെല്ലാം ഉണർത്തുകയാണ്. ഉണരൂ 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 എന്ന് ഉണർത്തുകയാണ്. അങ്ങനെ അമിനാസിഡിനെ ഉണർത്തി ആര്? ATP. അപ്പൊ അമിനാസിഡുകളെല്ലാം ആക്ടിവേറ്റ് ചെയ്തു. അമിനാസിഡിനെ പറയണം എന്ത് അമിനാസിഡ്? ആക്ടിവേറ്റഡ് അമിനാസിഡ്. ഈ ആക്ടിവേറ്റ് ചെയ്ത അമിനാസിഡ് ൊക്കെ അവനാന്റെ tRNA ബാക്കിൽ കയറി ബൈൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ tRNA സ്പെസിഫിക് ആണ്. ഓരോ അമിനാസിഡ് കൊണ്ടുപോവാൻ അതിൻ്റെതായ tRNA ഉണ്ടാവും. അപ്പൊ ഉദാഹരണമായി പറയാണ് ഈ അമിനാസിഡ് മെഥിയോണൈൻ ആണെന്ന് വിചാരിക്കുക. മെഥിയോണൈൻ ആക്ടിവേറ്റ് ചെയ്തു ATP. അപ്പൊ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തു. ഈ മെഥിയോണൈൻ നേരെ പോയി അറ്റാച്ച് ചെയ്യുന്നത് ആരുടെ ബാക്കിലായിരിക്കും? UAC-യുടെ ബാക്കിലായിരിക്കും. കാരണം UAC പോകുന്നത് ആരുടെ അടുത്തേക്കാണ്? AUG-യുടെ അടുത്തേക്കാണ്. അപ്പോ ഈ ആക്ടിവേറ്റഡ് അമിനാസിഡ് അതിൻ്റെതായ tRNA-യുടെ ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ആക്ടിവേറ്റഡ് അമിനാസിഡ് അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് tRNA. വേറെ പേരാണ് ചാർജിങ് ഓഫ് tRNA. അതായത് അമിനാസിഡ് ATP അമിനാസിഡ് ആക്ടിവേറ്റ് ചെയ്തു. ഇങ്ങനത്തെ അമിനാസിഡ് പേര് ആക്ടിവേറ്റഡ് അമിനാസിഡ്. ഓരോ ആക്ടിവേറ്റഡ് അമിനാസിഡും അതിൻ്റെതായ tRNA-യുടെ ബാക്കിൽ ബൈൻഡ് ചെയ്യുന്നു. ഈ tRNA-യുടെ ബാക്കിൽ ആക്ടിവേറ്റ് ചെയ്ത അമിനാസിഡ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് tRNA. ഓക്കെ, ഇനി നമുക്ക് റിയൽ ട്രാൻസ്ലേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ. It is taking place in the cytoplasm. സൈറ്റോപ്ലാസത്തിനകത്ത് വെച്ചാണ് പ്രോട്ടീൻ സിന്തസിസ് അതായത് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. സഹായിക്കുന്ന സെൽ ഓർഗനിലെ പേരെന്താണ്? റൈബോസോമാണ് സെൽ ഓർഗൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂക്ലിയസ് ആണ് ഇത്. ഒരു mRNA ഇങ്ങോട്ട് എത്തി. ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായി mRNA സൈറ്റോപ്ലാസത്തിലേക്ക് എത്തി. ധാരാളം അമിനാസിഡുകൾ ഇതാ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ പറഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നതിന് മുന്നേ ട്രാൻസ്ലേഷൻ നടക്കുന്ന 3 സ്റ്റെപ്പുകളായിട്ടാണ് ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഓക്കെ, ട്രാൻസ്ലേഷൻ 3 സ്റ്റെപ്പാണ്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇതാണ് ന്യൂക്ലിയസ്. ഇതാണ് ന്യൂക്ലിയസിനകത്തുനിന്ന് mRNA ഇങ്ങോട്ട് എത്തി. mRNA ഇങ്ങോട്ട് എത്തി ഉടനെ തന്നെ അമിനാസിഡ് ഇതാ കിടക്കുന്നത്. അമിനാസിഡിനെ ആക്ടിവേറ്റ് ചെയ്യും ആര്? ATP വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്തു. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത അമിനാസിഡിന്റെ പേരെന്താ? ആക്ടിവേറ്റഡ് അമിനാസിഡ്. ഈ ആക്ടിവേറ്റഡ് അമിനാസിഡുകളൊക്കെ എന്ത് ചെയ്യും? ഓരോന്ന് അതിൻ്റെതായ tRNA-യുടെ ബാക്കിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോ ഈ ഓരോ tRNA-യുടെ ബാക്കിലും അമിനാസിഡ് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് തൊട്ടുമുന്നേ പഠിച്ചു ആക്ടിവേഷൻ അമിനോ അസൈലേഷൻ ഓഫ് tRNA അല്ലെങ്കിൽ ചാർജിങ് ഓഫ് tRNA എന്ന് പറയും. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? അമിനാസിഡുകളെല്ലാം ആക്ടിവേറ്റ് ചെയ്തു. ATP എന്തിനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് പെപ്റ്റൈഡ് ബോണ്ട് റിക്വയർസ് എനർജി. പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ റിക്വയർസ് എന്ത്? എനർജി. അപ്പൊ ആദ്യം തന്നെ നോക്കാം ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നോക്കാം. ഇതെല്ലാ അമിനാസിഡുകളും ആക്ടിവേറ്റ് ചെയ്തു. ഇനി എപ്പോഴും മനസ്സിലാക്കാം, നമുക്കറിയാം AUG-യുടെ അടുത്തേക്ക് ആരാ പോവാ? UAC. മെഥിയോണൈൻ വന്നിട്ട് ഇവന്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്തു. ഇതാ ബാക്കിൽ അറ്റാച്ച് ചെയ്തു. ആരറ്റാച്ച് ചെയ്തു? മെഥിയോണൈൻ അറ്റാച്ച് ചെയ്തു. ഈ പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് tRNA എന്ന് പറഞ്ഞു. CCC എങ്ങോട്ടാ പോവാ? GGG-ന്റെ അടുത്തേക്ക്. അപ്പൊ GGG കോഡ് ചെയ്യുന്ന അമിനാസിഡ് ആയിരിക്കും CC-യുടെ ബാക്കിൽ. GGG കോഡ് ചെയ്യുന്ന അമിനാസിഡ് ഏതാ? ഗ്ലൈസിൻ. അപ്പൊ നമ്മുടെ ഗ്ലൈസിൻ ഇവിടെ കയറി അറ്റാച്ച് ചെയ്യും. ഗ്ലൈസിൻ ഇവിടെ കയറി അറ്റാച്ച് ചെയ്തു. ഇനി അടുത്ത് GAG കോഡ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. അപ്പൊ അതിന്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും CUC. അപ്പൊ CUC-യുടെ ബാക്കിൽ ആരായിരിക്കും? ഗ്ലൂട്ടാമിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡ് ഇത് വന്നിട്ട് ഇവിടെ കയറി ബൈൻഡ് ചെയ്യും. അപ്പൊ ഇത് അറ്റാച്ച് ചെയ്തു. അടുത്ത CCC കോഡ് ഫോർ എന്താണ്? പ്രോലിൻ ആണ്. അപ്പൊ പ്രോലിന്റെ അടുത്തേക്ക് പ്രോലിൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആരാ? GGG. അപ്പൊ പ്രോലിൻ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തു. പ്രോലിൻ ഇവിടെ അറ്റാച്ച് ചെയ്തു. അപ്പൊ ആദ്യം തന്നെ അമിനാസിഡ്സിനെല്ലാം ആക്ടിവേറ്റ് ചെയ്തു. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത അമിനാസിഡിന്റെ പേരാണ് ആക്ടിവേറ്റഡ് അമിനാസിഡ്. ആക്ടിവേറ്റ് ചെയ്ത അമിനാസിഡുകളൊക്കെ ഓരോ tRNA-യുടെ ബാക്കിൽ കയറി അറ്റാച്ച് ചെയ്യും. ഈ പ്രോസസ്സിന്റെ പേരാണ് അമിനോ അസൈലേഷൻ ഓഫ് tRNA എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്. അപ്പൊ വീണ്ടും പറയാം, ട്രാൻസ്ലേഷൻ 3 സ്റ്റെപ്പ്: ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. സ്ഥലമില്ലാത്തത് കൊണ്ട് ഇതൊന്നും വായിക്കുന്നുണ്ട്. സ്ഥലമില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് മനസ്സിൽ വെക്കുക. എല്ലാവരുടെ tRNA മൂട്ടിൽ ആരുണ്ട്? ബാക്കിൽ ആരുണ്ട്? അമിനാസിഡിൽ അറ്റാച്ച് ചെയ്തുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി അടുത്ത ആളാണ് നമ്മുടെ റൈബോസോം. അപ്പൊ
റൈബോസോമിന് 2 സബ് യൂണിറ്റ് എന്നറിയാം. സ്മോൾ സബ് യൂണിറ്റ് ഉണ്ട്, പിന്നെ എന്ത് സബ് യൂണിറ്റ് ഉണ്ട്? ലാർജ് സബ് യൂണിറ്റ്. നമുക്കറിയാം ഇപ്പൊ റൈബോസോമിന് 2 സബ് യൂണിറ്റ് ഉണ്ട്. In inactive state, it exists in 2 forms: small subunit, large subunit. അപ്പോൾ ട്രാൻസ്ലേഷൻ പ്രോസസ് അവന്മാർ ഒന്നിച്ചതിന് ശേഷം നമ്മുടെ സ്മാൾ സബ് യൂണിറ്റ് റൈബോസോമിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യും. ഇതാണ് സ്മാൾ സബ് യൂണിറ്റ്, ഇതാണ് ലാർജ് സബ് യൂണിറ്റ്. സ്മാൾ സബ് യൂണിറ്റ് ആണ് ആരുടെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്നത്? mRNAയുടെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ലാർജ് സബ് യൂണിറ്റ് ആണ് ഇത്. ഇതിന് 2 ഭാഗമുണ്ട്. ആദ്യത്തെ സൈറ്റിന്റെ പേരാണ് പി സൈറ്റ്, രണ്ടാമത്തെ സൈറ്റിന്റെ പേരാണ് എന്ത് സൈറ്റ്? എസ് സൈറ്റ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം റൈബോസോം mRNA മുകളിൽ അറ്റാച്ച് ചെയ്യും. ഏത് ഭാഗമാണ് റൈബോസോമിൽ അറ്റാച്ച് ചെയ്യുന്നത്? സ്മാൾ സബ് യൂണിറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ലാർജ് സബ് യൂണിറ്റ് ഒന്നിന് മുകളിലേക്ക് താഴ്ത്തായിരിക്കും. ലാർജ് സബ് യൂണിറ്റ് 2 ഭാഗം പി സൈറ്റ്, എസ് സൈറ്റ്. നമ്മുടെ ആദ്യത്തെ TRNA വണ്ടി സ്റ്റാർട്ട് ആകും. TRNA എന്ന് പറഞ്ഞ ലോറിയാണല്ലോ. എന്താ ഫുൾ ഫോം? ട്രാൻസ്ഫർ RNA. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് ക്യാരി അമിനോ ആസിഡ്. ആദ്യത്തെ TRNA എപ്പോഴും ആരായിരിക്കും? UAC ആയിരിക്കും. നമുക്കറിയാം സ്റ്റാർട്ട് കോഡോൺ ആരായിരിക്കും? എപ്പോഴും AUG ആയിരിക്കും. അപ്പൊ ആദ്യത്തെ TRNA എപ്പോഴും മെഥിയോണൈൻ ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ ഈ mRNAയിൽ ആദ്യത്തെ ട്രിപ്ലറ്റ് കോഡോൺ ഏതാ? AUG. അപ്പൊ AUG കോഡ് ഫോർ എന്താണ്? മെഥിയോണൈൻ. ആ മെഥിയോണൈനെ കൊണ്ടുവരുന്ന TRNAയുടെ ആന്റി കോഡോൺ ഏതായിരിക്കും? UAC. അപ്പൊ UAC ഇതാ വരുന്നു മക്കളെ. UAC ഇതാ ഇവിടുന്ന് ഇതാണ് നമ്മുടെ UAC. UACയുടെ ബാക്കിൽ ഏത് അമിനോ ആസിഡ് ഉണ്ട്? UACയുടെ ബാക്കിൽ ആരുണ്ട്? ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഏത് അമിനോ ആസിഡാണ്? മെഥിയോൺ. ഈ TRNA വിത്ത് അമിനോ ആസിഡ് ഇങ്ങനെ വന്നിട്ട് പി സൈറ്റിലേക്ക് കയറും. ഏത് സൈറ്റിലേക്ക് കയറും? പി സൈറ്റിലേക്ക് കയറും. അപ്പൊ നോക്കൂ, UAC. അവന്റെ ബാക്കിൽ ആരുണ്ട്? അവന്റെ ബാക്കിലുള്ള അമിനോ ആസിഡിന്റെ പേരെന്താണ്? മെഥിയോണൈൻ ഉണ്ട്. അപ്പൊ മെഥിയോണൈൻ ആണ്. അപ്പൊ ഏത് സൈറ്റ് വെക്കാം? ആദ്യത്തെ TRNAയുടെ പേരെന്താ? ആദ്യത്തെ TRNA ആരായിരിക്കും? UAC ആയിരിക്കും. അതിന്റെ ബാക്കിൽ ആരായിരിക്കും? മെഥിയോണൈൻ ഉണ്ടാവും. ഈ TRNAയുടെ പേരാണ് ഇനീഷ്യേറ്റർ TRNA. ആ ഇനീഷ്യേറ്റർ TRNA ആദ്യം കയറുന്ന ഏത് സൈറ്റിലേക്കായിരിക്കും? ടി സൈറ്റിലേക്കായിരിക്കും. ഇപ്പൊ ഏത് സൈറ്റ് കാലിയാണ്? എ സൈറ്റ് കാലിയാണ്. അടുത്ത TRNA അതിനകത്ത് കയറും. അടുത്ത TRNA ആരാ? GGG ആണ് ട്രിപ്ലറ്റ് കോഡ്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന TRNAയുടെ ആന്റി കോഡോൺ ഏതായിരിക്കും? CCC. അപ്പൊ ഇതാ ഇവിടെ ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചതാ CCC അല്ലെ? CCC. അപ്പൊ അവന്റെ മൂട്ടിൽ ആരുണ്ട്? അവന്റെ ബാക്കിൽ ആരായിരിക്കും ഉണ്ടാവുക? ഗ്ലൈസിൻ. അപ്പൊ ഈ അമിനോ ആസിഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കയറും. നോക്കൂ, CCC. ഇവന്റെ ബാക്കിൽ ആരായിരിക്കും ഉണ്ടാവുക? ഇവന്റെ ബാക്കിൽ ആരുണ്ടാവുക? ഗ്ലൈസിൻ ആയിരിക്കും ഉണ്ടാവുക. ആരുണ്ടാവുക? ഗ്ലൈസിൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നോക്കൂ മക്കളെ, ഇപ്പൊ റൈബോസോമിന്റെ ലാർജ് സബ് യൂണിറ്റിൽ 2 അമിനോ ആസിഡ് ഉണ്ട്. 2 അമിനോ ആസിഡും എന്ത് അമിനോ ആസിഡാ? ആക്ടിവേറ്റഡ് അമിനോ ആസിഡ്. അപ്പൊ ആക്ടിവേറ്റഡ് അമിനോ ആസിഡും റൈബോസോമിന്റെ ചില എൻസൈമുകളുടെ സഹായത്തോടു കൂടി ഇവന്മാർ തമ്മിൽ കണക്ട് ചെയ്യുന്നു. എന്ത് ബോണ്ട് ഉണ്ടാക്കുന്നു? പാപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്നു. എന്ത് ബോണ്ട് ഉണ്ടാക്കുന്നു? പാപ്റ്റൈഡ്. സോ ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് എന്ത് ബോണ്ട്? പാപ്റ്റൈഡ് ബോണ്ട്. അപ്പൊ 2 ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് അടുത്തടുത്ത് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ബോണ്ട് ഉണ്ടാവും? പാപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയുള്ള പ്രോസസ്സിന്റെ പേരാണ് എന്ത് പറയുന്നത്? ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കും? ഈ റൈബോസോം അടുത്ത ട്രിപ്ലറ്റ് കോഡോണിലേക്ക് മൂവ് ചെയ്യും. ഈ റൈബോസോം അടുത്തേക്ക് മൂവ് ചെയ്യും. അപ്പൊ എങ്ങനെ ചിത്രം വരയ്ക്കും? ശ്രദ്ധിച്ചോളൂ, നല്ല എളുപ്പമാണ്. എങ്ങനെയായിരിക്കും ചിത്രം? ഒന്ന് വരയ്ക്കുന്നുണ്ട്. AUG, GGG, GAG, CCC, UAG. അടുത്ത ട്രിപ്ലറ്റ് കോഡോണിലേക്ക് നമ്മുടെ റൈബോസോം മൂവ് ചെയ്യും. ഇതാ റൈബോസോം അടുത്ത ട്രിപ്ലറ്റ് കോഡോണിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ഏത് സൈറ്റാ? പി സൈറ്റ്, എ സൈറ്റ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവനിലേക്ക് പോകുമ്പോൾ ഇത് പുറത്തേക്കും ഇവൻ ഇങ്ങോട്ട് കയറും. അപ്പൊ എങ്ങനെയായിരിക്കും ചിത്രം വരിക? CCC. ഇങ്ങനെ ചിത്രം വരില്ലേ? ഇവന്റെ ബാക്കിൽ ഉണ്ടാകുന്ന അമിനോ ആസിഡ് ആരാണ്? നമുക്കറിയാം ഇവന്റെ ബാക്കിൽ ഏതാ അമിനോ ആസിഡ്? ഗ്ലൈസിൻ. ഇവനിൽ നിന്ന് പൊട്ടി വേർപിരിയും. ഇതേതാണ്? മെഥിയോണൈൻ. ചിത്രം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്ന ഈ ആദ്യത്തെ TRNA പി സെല്ലിലേക്ക് എടുത്തി, അടുത്ത TRNA എ സെല്ലിൽ കയറി. അതിനുശേഷം റൈബോസോം അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവൻ ഇങ്ങോട്ട് പോകും, ഇവൻ പുറത്തോട്ട് പോകും. അതിനുശേഷം TRNA അമിനോ ആസിഡിനെ വിടും. ഇത് വീണ് പോകില്ല, കാരണം ഇതിനിടയിൽ എന്ത് ബോണ്ട് ഉണ്ടാവും? പാപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും. ഇപ്പൊ ഏത് സൈറ്റ് കാലിയാണ്? എസ് സൈറ്റ്. അടുത്ത TRNA ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറും. അടുത്ത TRNA ആരായിരിക്കും വരിക? അടുത്ത TRNA CUC എന്ന് പറയുന്ന TRNA ആയിരിക്കും. അതിന്റെ ബാക്കിൽ ആരായിരിക്കും ഉണ്ടാവുക? CUC എന്ന് പറയുന്ന TRNAയുടെ ബാക്കിൽ GUG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാ? GAG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാ? GAG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പൊ ഗ്ലൂട്ടാമിക് ആസിഡിനും കൊണ്ട് TRNA ഇങ്ങോട്ട് വരും. സ്വാഭാവികമായിട്ടും 2 ചാർജ് TRNA ഉണ്ടാവും. എൻസൈമിന്റെ സഹായത്തോടു കൂടി എന്ത് ബോണ്ട് ഉണ്ടാകുന്നു? പാപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നു. ഇനി വീണ്ടും അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ചിത്രം വരിക? അടുത്തതിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചിത്രം എങ്ങനെ വരും? നോക്കി നോക്കാം. AUG, GGG, GAG, CCC, UAG. അപ്പൊ അടുത്തതിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചിത്രം വരിക? ഇത് അടുത്തതിലേക്ക് മൂവ് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്തു,
യെസ്, ഇങ്ങനെ മൂവ് ചെയ്തു. ഇതേത് സൈറ്റ് ആണ്? പി സൈറ്റ്. ഇതേത് സൈറ്റ് ആണ്? എ സൈറ്റ്. ഇതിലേക്ക് കൊണ്ടുവരുന്നത് ആരായിരിക്കും? CUC. ഇവന്റെ ബാക്കിൽ ആരായിരിക്കും ഉണ്ടാവുക? അറിയാം, ഏത് അമിനോ ആസിഡ് ഉണ്ടാവും നമുക്കറിയാം, ഗ്ലൂട്ടാമിക് ആസിഡ്. അത് ഇവൻ ഇങ്ങോട്ട് വന്നു, ഇവൻ പുറത്തേക്ക് വന്നു. അപ്പൊ ഇവിടെ എന്തിന്റെ നീളം വെക്കൽ നടക്കുന്നുണ്ട്? അത് ആദ്യത്തെ അമിനോ ആസിഡ് മെഥിയോണൈൻ, ഇത് രണ്ടാമത്തത് ഗ്ലൈസിൻ. അപ്പൊ ആരുടെ നീളം വെക്കലാ സംഭവിക്കുന്നത്? ലെങ്ത് ഇങ്ങനെ കൂടിയാണ്. ആരുടെ? പ്രോട്ടീൻ. ഈ സ്റ്റേജിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഇലോങ്ങേഷൻ. നമുക്ക് പ്രോസസ്സ് തുടങ്ങാം. അപ്പൊ റൈബോസോം അടുത്തതിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഇവൻ ഇങ്ങോട്ട് പോയി, ഇവൻ പുറത്തേക്ക് പോയി, ടിആർഎൻഎ വിട്ടു, പെപ്റ്റൈഡ് കൊണ്ടായി. ഇനി ഏത് സൈറ്റ് കാലിയായി? എ സൈറ്റ് കാലിയായി. അപ്പൊ അടുത്ത ടിആർഎൻഎ ഇങ്ങോട്ട് വരും, GGG. ഇവന്റെ ബാക്കിൽ ആരുണ്ടാവുക? CCC കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാ? CCC കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് പ്രോലീൻ ആണ്. അപ്പൊ പ്രോലീൻ ഇവന്റെ ബാക്കിൽ ഉണ്ടാവും. ഇതാ പ്രോലീൻ ഉണ്ടായി. ഈ പ്രോലീനും കൊണ്ട് ടിആർഎൻഎ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇതിന്റെ എന്ത് ബോണ്ടുണ്ടോ? പെപ്റ്റൈഡ് ബോണ്ട്, ബിക്കോസ് ദേ ആർ ആക്ടിവേറ്റഡ് അമിനോ ആസിഡ്. വീണ്ടും പ്രോസസ് തുടരാണ്. റൈബോസം അടുത്തതിലേക്ക് മൂവ് ചെയ്യാണ്. ബോഡി ചെറുതായത് കൊണ്ട് മുകളിലേക്ക് ചിത്രം വരയ്ക്കുകയാണ്. മുകളിലേക്ക്. അപ്പൊ ഇത് കഴിഞ്ഞാൽ മുകളിലേക്ക് ചിത്രം വരയ്ക്കാം. നോക്കി നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത്. നോക്കി നോക്കാം. AUG, GGG, GAG, CCC, UAG. അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ആരെ മൂവ് ചെയ്യുന്നത്? റൈബോസോമ മൂവ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കുക? ഇങ്ങനെ സംഭവിക്കും. ഇതേത് സൈറ്റ്? പി സൈറ്റ്. ഇതേത് സൈറ്റ്? എ സൈറ്റ്. അപ്പോൾ ഇവൻ പുറത്തേക്ക് പോകും, ഇവൻ ഇങ്ങോട്ട് എത്തും. അപ്പൊ ഇവിടുത്തെ ടിആർഎൻഎ ഏതാ നമുക്കറിയാം? GGG. ഇവന്റെ ബാക്കിൽ ആരുണ്ടാവുക? പ്രോലീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടാവുക. ഇത് ഇവന്റേത്. ഇതേതായിരുന്നു? മെഥിയോണൈൻ. ഇത് ഗ്ലൈസിൻ. ഇതേതായിരുന്നു? ഗ്ലൂട്ടാമിക് ആസിഡ്. ഇനി എന്ത് സംഭവിക്കും? UAG എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം UAG എന്ന് പറയുന്നത് സ്റ്റോപ്പ് കോഡൺ. നേരത്തെ പറഞ്ഞു there is no tRNA for stop codon. സ്റ്റോപ്പ് കോഡൺ എന്തില്ല? tRNA. അപ്പൊ tRNA ഈ UAG എന്ന് പറയുന്ന സൈറ്റിലേക്ക് അമിനോ ആസിഡിനെ കൊണ്ടുവരാൻ ആരുണ്ടാവില്ല? tRNA ഉണ്ടാവില്ല. പോരാത്തതിന് ഈ സ്റ്റോപ്പ് കോഡൺ ആയ UAG-ന് മോഡ് റിലീസ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ബൈൻഡ് ചെയ്യും. റിലീസ് ഫാക്ടർ UAG-ന് മോഡ് ബൈൻഡ് ചെയ്താൽ മനസ്സിലായി ഇത് എന്ത് കഴിയാൻ പോവാണ്? ടെർമിനേഷന് വിധേയമാകാൻ പോവുകയാണ്. ഏത് പ്രോസസ്? ട്രാൻസ്ലേഷൻ നിൽക്കാൻ. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാ ടെർമിനേഷൻ. അപ്പൊ അങ്ങനെ പോയി ഇവിടെ എത്തി. UAG എ സൈഡിലേക്ക് എത്തിയപ്പോൾ UAG-ന് മോഡ് ആരും ഒന്ന് ബൈൻഡ് ചെയ്യും? റിലീസ് ഫാക്ടർ. ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പ്രോസസ് ഈസ് ഗോയിങ് ടു ടെർമിനേറ്റ്. ഏത് പ്രോസസ്? ട്രാൻസ്ലേഷൻ. പോരാത്തതിന് എന്താ സർ ഇവിടേക്ക് ആരും വരാത്ത? നമുക്കറിയാം UAG എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് കോഡാണ്. സ്റ്റോപ്പ് കോഡിലേക്ക് എന്തുണ്ടാവില്ല? tRNA ഉണ്ടാവില്ല. ഇത് ഊരിപ്പോരുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോട്ടീൻ കിട്ടുന്നു. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ട്രാൻസ്ലേഷൻ. അപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ mRNA അകത്ത് നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലേഷൻ. 3 സ്റ്റെപ്പാണത്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ആദ്യം തന്നെ നമ്മുടെ ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് mRNA വന്നു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിനകത്തുള്ള അമിനോ ആസിഡുകൾ ആക്ടിവേറ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് ATP. സച്ച് അമിനോ ആസിഡ്സ് ആർ കാൾഡ് ആക്ടിവേറ്റഡ് അമിനോ ആസിഡ്. ഓരോ ആക്ടിവേറ്റഡ് അമിനോ ആസിഡും ഓരോ ടിആർഎൻഎയുടെ ബാക്കിൽ അങ്ങനെ കയറും. അങ്ങനത്തെ പ്രോസസ്സിന്റെ പേരാണ് ആക്ടിവേറ്റഡ് ചാർജിങ് ഓഫ് ടിആർഎൻഎ അല്ലെങ്കിൽ അമിനോ ആസിഡേഷൻ ഓഫ് ടിആർഎൻഎ. അതിനുശേഷം റൈബോസോമിന്റെ സ്മാൾ സബ് യൂണിറ്റ് കയറിയിട്ട് mRNA മോഡ് ബൈൻഡ് ചെയ്യും. പിന്നെ ലാർജ് സബ് യൂണിറ്റിൽ പി സൈറ്റിന്റെ എ സൈറ്റ്. എപ്പോഴും മനസ്സിലാക്കുക, ആദ്യത്തെ ടിആർഎൻഎ ആരായിരിക്കും? മെഥിയോണൈൽ ടിആർഎൻഎ. പേര് കേട്ടിട്ട് ടെൻഷൻ എടുക്കേണ്ട. ടിആർഎൻഎ ബാക്കിൽ മെഥിയോണൈൽ. അപ്പൊ അത് എപ്പോഴും ആദ്യം കയറുന്നത് പി സൈറ്റിലേക്കായിരിക്കും. ബാക്കിയൊക്കെ വരുന്നത് ഏത് സൈറ്റിലേക്കായിരിക്കും? എ സൈറ്റിലായിരിക്കും. പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ എന്ത് വേണം? എനർജി വേണം. അതിന് സഹായിക്കുന്ന എൻസൈം ഉണ്ടാക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? റൈബോസോം സഹായിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. നിങ്ങൾ കാണാം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാം, ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലെ? മിക്കവാറും എക്സാമിന് ചോദിക്കാം, സെക്കൻഡ് എക്സാം ഐഡന്റിഫൈ ദ പിക്ചർ ചോദിക്കും. എന്താ പിക്ചർ? ട്രാൻസ്ലേഷൻ പ്രോസസ് ആണ് ചിത്രം കാണിച്ചത്. സഹായിക്കുന്ന സെൽ ഓർഗൻ ഏതാ? റൈബോസം. എവിടെ വെച്ചാൽ നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിനകത്ത് വെച്ചാൽ നടക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ. എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണ്. അപ്പൊ ഇതിനെ സഹായിക്കുന്ന റിലീസ് ഫാക്ടറുടെ പേര് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി രസകരമായ ഒരു ക്വസ്റ്റ്യനും കൂടി എക്സാമിന് സാധ്യത ഉള്ളതാണ്. ഓക്കെ, ഞാനൊരു mRNA വെച്ചു. AUG, CCC, GAG, UAG. ഇതിനകത്ത് നിന്ന് എത്ര അമിനോ ആസിഡ് ഉണ്ടാവും? നമുക്കറിയാം 1, 2, 3 അമിനോ ആസിഡ് ഉണ്ടാവുള്ളൂ. കാരണം നാലാമത്തത് എന്ത് കോഡോണാണ്? സ്റ്റോപ്പ് കോഡോണാണ്. നമുക്കറിയാം, എപ്പോഴും ആലോചിക്കണം. എപ്പോഴും നാലാമത്തെ ആകുന്നില്ല. ഇനിയിപ്പോ അടുത്തതായിരിക്കട്ടെ. ഉദാഹരണമായി പറയാം
യു അടുത്തത് UAG ആണെങ്കിൽ എത്ര ഉണ്ടാവും? 1 2 3 4 ഉണ്ടാവും. ഇതെന്ത് കോഡാണ്? സ്റ്റോപ്പ് കോഡാണ്. സ്റ്റോപ്പ് കോഡാണ് എന്തുണ്ട്? കോഡ് ചെയ്യില്ല, അമിനാസിനെ കോഡ് ചെയ്യില്ല. ഏതൊക്കെയാ സ്റ്റോപ്പ് കോഡ്? UAA, UGA, UAG. ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്കൊരു mRNA തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്നുണ്ടാകുന്ന അമിനാസിഡുകൾ ഏതാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഇതുണ്ടാക്കുന്നത് മെരിയോണെ, ഇത് പ്രോലിൻ ഉണ്ടാക്കും, ഇത് ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാക്കും, ഇത് ഫിനൈൽ അലിൻ ഉണ്ടാക്കും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ട് ഈ അമിനാസിഡ് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ mRNA പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തത്? നമുക്കറിയാം, ഇത് തന്നു കഴിഞ്ഞാൽ ഒരു ട്രിപ്ലറ്റ് കോഡൺ ഒരു അമിനാസിഡിനെ കോഡിയുള്ളൂ. നമുക്കറിയാം ഇത് ഇതിനെ കോഡിയുള്ളൂ, ഇതിനെ കോഡിയുള്ളൂ, ഇതിനെ കോഡിയുള്ളൂ, നമുക്കറിയാം. അനുഭവിക്കുന്ന അൺആംബിഗ്വസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതേ അമിനാസിഡിനെ കോഡ് ചെയ്യാൻ വ്യത്യസ്ത ട്രിപ്ലറ്റ് കോഡുണ്ട്. സോ ദ prediction of amino acid sequence from an mRNA is very easy. പക്ഷെ the prediction of triplet codon from an mRNA is very difficult because genetic codon is degenerate ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇതോടുകൂടി NV ബയോളജി ക്ലാസിന്റെ ഇന്നത്തെ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതാണ്? ഒരു വലിയ ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേര് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഒരു പുതിയ വീഡിയോ ഈ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ്. പോരാതെ നിങ്ങളുടെ ഇമെയിലിൽ വരുന്നതാണ്. താങ്ക് യു. അടുത്ത വീഡിയോ ലെസൺ കാണാം. ടേക്ക് കെയർ. ബൈ.